+2 കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. എന്ത് കോഴ്സിന് പോകണം, ഏത് കോഴ്സിന് പോയാൽ നമുക്ക് കരിയർ നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കുന്ന കോഴ്സ് അനുസരിച്ചായിരിക്കും ഒരു 70-80% നമ്മൾ കരിയർ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് എടുക്കുന്ന ഒരു കോഴ്സാണ് ഫാർമസി കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഡിപ്ലോമ ലെവൽ കോഴ്സസ് ഉണ്ട്, ഡിഗ്രി ലെവൽ കോഴ്സസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫാമിലി പോലത്തെ ഡോക്ടർ ടൈറ്റിലൊക്കെ കിട്ടുന്ന കോഴ്സസ് ഉണ്ട്. അപ്പം ഇതിൽ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും നമ്മൾ ഉണ്ടാവുക, ഏതെടുക്കണം. അപ്പം ഓരോ കോഴ്സ് എന്താണ്, അതിൻ്റെ സ്കോപ്പ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് പഠിച്ചു കഴിഞ്ഞാൽ എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ DPharm ആണ്, ഡിപ്ലോമ ഇൻ ഫാർമസി. ഇറ്റ്സ് എ 2-year കോഴ്സാണ്, 2 വർഷമാണ് അത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിലും നമുക്ക് അഡ്മിഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റിലും നമുക്ക് അഡ്മിഷൻ ഉണ്ട്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫാർമസിസ്റ്റായിട്ട് നമുക്ക് കേരളത്തിൽ വർക്ക് ചെയ്യാനായിട്ട് DPharm ആണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും, സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ കിട്ടും. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ റീറ്റെയിൽ ഫാർമസിസ്റ്റ് ഷോപ്പിലോ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫാർമസിസ്റ്റ് PSC ഉണ്ടാവുമല്ലോ. അപ്പം അതിലൊക്കെ, അതായത് ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലായാലും PHC പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് അങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്ലോമ ഇൻ ഫാർമസിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റിൽ ആവണം, അതായത് കുറേ പഠിച്ചൊന്നും സമയം കളയാൻ പറ്റില്ല, ഫൈനാൻഷ്യലി പെട്ടെന്ന് സ്റ്റേബിൾ ആവണം എന്നുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസിയാണ്. അടുത്ത കോഴ്സ് BPharm ആണ്, ബാച്ചിലർ ഓഫ് ഫാർമസി. അപ്പം അതൊരു ഡിഗ്രി ലെവൽ കോഴ്സാണ്. 4 ഇയേഴ്സ് ആണ് നമ്മൾ എടുക്കുന്ന ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പം അതിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. മെയിനായിട്ട് അത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ അങ്ങനെ ഒരു ഓറിയൻറ്റേഷനാണ് എന്തുള്ളത് നമ്മുടെ BPharmനുള്ളത്. നമുക്ക് മെഡിസിൻസ് ഉണ്ടാക്കുക, മാനുഫാക്ചർ ചെയ്യുക, പിന്നെ മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യുക, അങ്ങനത്തെ കുറേ അതാണ് നമ്മുടെ BPharm എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും, സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ നമുക്ക് എന്തായിട്ട് വർക്ക് ചെയ്യാം, ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഫാർമക്കോ വിജിലൻസ്, ക്ലിനിക്കൽ റിസർച്ച്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോഡിങ്, അതെല്ലാം ബേസിക് നമ്മുടെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ കോഡിങ്, മെഡിക്കൽ സ്ക്രൈബിങ് അങ്ങനെ ഒരു ഇതിലേക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് പോകാൻ പറ്റും. BPharmൻ്റെ അഡ്മിഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കീം വെച്ചിട്ടാണ് നമുക്ക് ഗവൺമെൻറ്റിലൊക്കെ മെറിറ്റിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും കയറാൻ പറ്റും. അല്ലാതെ നമുക്ക് മാനേജ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് BPharmന് കയറാൻ പറ്റും. ഒരു കോഴ്സാണ് ഫാംഡി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡോക്ടർ ടൈറ്റിൽ കിട്ടുന്ന ഒരു കോഴ്സാണ് ഫാംഡി എന്ന് പറയുകയാണെങ്കിൽ. ഫാംഡി ഒരു 6 ഇയേഴ്സ് കോഴ്സാണ്, വിത്ത് ഇൻറ്റേൺഷിപ്പും കൂടി ചേർന്ന് 6 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഫാംഡി. അത് കുറച്ചുകൂടി ക്ലിനിക്കൽ ഓറിയൻറ്റഡ് ആണ്. ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ടും ഈ ഫാംഡി ആണ്. പക്ഷേ ഫാംഡിക്ക് ഇതുവരെ നമ്മൾ ഗവൺമെൻറ്റിൽ നമുക്കൊരു അഡ്മിഷൻ അല്ലെങ്കിൽ സീറ്റ് ഇതുവരെ ആയിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഫാംഡി നമുക്ക് ഇവിടെ ഇന്ത്യയിൽ നമുക്ക് അത്ര സ്കോപ്പ് എന്ന് പറയാനില്ല. ഫാംഡി ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ടൊന്നും ഇല്ല, അല്ലാതെ നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് നമുക്കിത് പറ്റും. പിന്നെ നമുക്ക് വേറെ വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് നമുക്ക് ഫാംഡി വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റും. നമുക്ക് പുറത്ത് പോയിട്ട് സെറ്റിൽ ആവാനാണ് കൂടുതൽ ആഗ്രഹം വെച്ചാൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ചാൽ ഫാംഡി ആണ്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലായാലും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഫാംഡി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ ആണ്. അതായത് പഠിച്ചിറങ്ങാൻ അത്യാവശ്യം നല്ല ഫീസ് വരും. പിന്നെ ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റിലില്ല, അപ്പോൾ നമ്മൾ പ്രൈവറ്റിൽ തന്നെ പഠിക്കേണ്ടി വരും. അപ്പം അതിന് ഫീ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊന്ന് സെറ്റിൽ പുറത്ത് പോയാലും നമ്മൾ എക്സാംസ് ഒക്കെ എഴുതി അവിടുത്തെ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ പാസ്സായിട്ട് വരുന്ന വരെ ഒരു നല്ലൊരു ഫൈനാൻഷ്യൽ ബാക്കപ്പ്, നമുക്ക് സെറ്റിൽ ആവുന്നവരെ നമുക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് വേണം. അതാണ് ഫാംഡി. അതർവൈസ് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ ഉള്ളതാണ് MPharm. MPharm എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലൈസേഷൻ PG എന്ന് പറയാമല്ലോ, മാസ്റ്റേഴ്സ് കോഴ്സാണ്. അതായത് നമ്മൾ BPharmൽ പഠിച്ച സബ്ജക്ട്സിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം MPharm നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അക്കാഡമിക് കരിയർ ആണ്. അതായത് നമുക്ക് ടീച്ചിങ് ആയിട്ട് പോവാം, PhD എടുത്ത് അങ്ങനെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെ പോവാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് MPharm ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സീനിയർ പൊസിഷൻസ് ഒക്കെ നമുക്ക് കിട്ടാൻ. അതാണ് ബേസ്ഡ് ഓൺ അവർ സ്പെഷ്യലൈസേഷൻ.
എളുപ്പമാണ്. പിന്നെ നമുക്ക് എംഫാമിലേക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് B.Pharm കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എൻട്രൻസ് ഉണ്ട്, GPAT എന്നുണ്ട്. ഇപ്പോൾ എൻട്രൻസ് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിൽ പഠിക്കാം വിത്ത് സ്റ്റൈപ്പൻഡ്, മന്ത്ലി സ്റ്റൈപ്പൻഡ് ഉണ്ട്, നമുക്ക് അതനുസരിച്ച് നമുക്ക് പഠിക്കാം. അങ്ങനെ ഇനി നമുക്ക് ഡിപ്ലോമ ഇൻ ഫാർമസി എടുത്തു 2 വർഷം. അതിനുശേഷം നമുക്ക് തോന്നുകയാണ് ഇത് പോരാ, നമുക്ക് ഒരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ വേണം എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ B.Pharm, ബാച്ചിലർ ഫാർമസിക്ക് പോകാം. സേവിങ് 1 ഇയർ ഒരു ലാറ്ററൽ എൻട്രി വഴി നമുക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ B.Pharmന് ശേഷം നമുക്ക് PharmD-യിലേക്കും ഇതുപോലെ ലാറ്ററൽ എൻട്രി വഴി നമുക്ക് കയറാൻ പറ്റും. അത് ഓഫർ ചെയ്യുന്ന കോളേജസ് ഉണ്ട്. അപ്പം ഇതാണ് ഏകദേശം നമ്മുടെ ഫാർമസി കോഴ്സസ്. പിന്നെ D.Pharm കഴിഞ്ഞാലും ഇപ്പം നമുക്ക് പുറത്ത് അറേബ്യൻ കൺട്രീസിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ബൈ പാസിങ് എക്സാംസ് ആൻഡ് ഹാവിങ് എനഫ് എക്സ്പീരിയൻസ് നമുക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാർമസി കോഴ്സസ്.